ഹസ്ബൻഡിന്റെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ചാറ്റ് വളരെ അവിചാരിതമായിട്ട് കാണാനായിട്ട് ഇടയായതിനെ തുടർന്നിട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ കൗൺസിലിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, എന്റെ ഹസ്ബൻഡിന് ഇത്ര ഭംഗിയായി പ്രണയിക്കാൻ അറിയുമെന്ന് ഇത്ര നാളായിട്ട് എനിക്കറിയണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാറില്ല. ആ ചാറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ അറിയും എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നീ ഭക്ഷണം കഴിച്ചോ? നീ ഓക്കെ അല്ലേ? നിനക്ക് ക്ഷീണമുണ്ടോ? നീ ഇന്നിട്ട ഡ്രസ്സിന്റെ കളർ എന്താണ്? ഇതെല്ലാം വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഹസ്ബൻഡ് ചോദിക്കുന്നത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്റെ അടുത്ത് ചോദിക്കുന്നത് കറണ്ട് ബില്ല് അടച്ചോ, അതും അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, വീട്ടിലെ അച്ഛനമ്മമാരുടെ കാര്യം, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നോട് ഷെയർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകളിലൊക്കെ തന്നെ അതിന്റെ റീസൺ ആയിട്ട് പറയാറുള്ളത്, നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് യാതൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറും ഇല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കാറ് പോലും ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ല, റൊമാൻസ് ഇല്ല, എല്ലാം ഒരു ഡ്രൈ ആയതുപോലെയാണ്. ഒന്നും ഇല്ലാതാവുന്ന സമയത്ത് റിലേഷൻഷിപ്പില് ഒരു വിരസത തോന്നി മറ്റ് പലരിലേക്കും അട്രാക്റ്റഡ് ആവുന്നതും ഒക്കെ പോളിഗാമസ് ആയിട്ടുള്ള മനുഷ്യരിൽ വളരെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ആർക്കും തന്നെ ഇത് സാധാരണമായിട്ട് കാണാനായിട്ട് പറ്റാറില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പലപ്പോഴും ഇത് ഡിവോഴ്സ് വരെയൊക്കെ എത്തി നിൽക്കാറുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ ബെറ്ററാണ് നമ്മുടെ ഉള്ളിലെ പ്രണയം, രണ്ട് ആളുകൾക്കിടയിലുള്ള പ്രണയം നിലനിർത്തി റൊമാൻറ്റിക് ആയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളെ തന്നെ നിലനിർത്താനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി മാരിറ്റൽ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.